തിരുവനന്തപുരം പോത്തൻകോട് 1 മാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി. പോത്തൻകോട് സ്വദേശികളായ സുരിത സജി ദമ്പതികളുടെ മകനാണ് കൊല്ലപ്പെട്ടത്. പുലർച്ചെ 2 മണിക്ക് ശേഷം അമ്മ സുരിത കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. ഐശ്വര്യ അനിൽ ചേർന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഐശ്വര്യ, ഏറെ നടുക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ തലസ്ഥാനത്തു നിന്നും കേരളം കേട്ടത്. ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. കുഞ്ഞിനെ നോക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, കുഞ്ഞൊരു രോഗിയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അമ്മ പറയുന്നത്. ഈ അമ്മയുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാമോ? കൊലപ്പെടുത്താൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ടോം, ഇന്ന് രാവിലെ കേരളം ഞെട്ടി ഉണർന്നത് ഈ കുഞ്ഞിന്റെ മരണവാർത്ത കേട്ടാണ്. പോത്തൻകോട് മഞ്ഞമലയ്ക്ക് സമീപം താമസിച്ചിരുന്ന സുരിത സജി ദമ്പതികളുടെ 36 ദിവസം പ്രായമുള്ള, അതായത് ഈ ഞായറാഴ്ച നൂലുകെട്ടൽ ചടങ്ങൊക്കെ അവർ ഉദ്ദേശിച്ചിരുന്നതാണ്. ഇന്ന് രാവിലെ ഈ വാർത്ത കേട്ടപ്പോൾ കുടുംബമടക്കം ഞെട്ടലോടുകൂടിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അവരുടെ ആ വീടിന് സമീപത്താണ്. ഈ വീടിന് പുറകുവശത്തെ വാതിൽ രാവിലെ, അതായത് പുലർച്ചെ 2:30 ഇത്തരത്തിൽ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ളൊരു പരാതി വരുന്നത്. അത് ഈ കുഞ്ഞിന്റെ അച്ഛൻ സജിയാണ് പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ വീടിന് പുറകുവശത്തെ കിണറ്റിന്റെ സമീപത്ത് ഒരു ടവൽ കണ്ടെത്തുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. ഇവിടെ പോലീസ് എത്തുമ്പോഴേക്കും ഈ പുറകുവശത്തെ വാതിൽ അത് തുറന്ന് ഇട്ടിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നേരെ ഇവിടേക്ക് വന്നാൽ തൊട്ടുപിറകിൽ, അതായത് വീടിന് പുറകുവശത്തായി ഒരു കിണറുണ്ട്. ഈ കിണറിന്റെ ആ വശത്തായി ഒരു ടവൽ ഉണ്ടായിരുന്നു. ആ ടവൽ കുഞ്ഞിന്റേതായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിലാണ് ഈ കിണറ്റിനുള്ളിൽ നിന്ന് കുഞ്ഞിനെ കണ്ടെത്തിയത്. കുഞ്ഞിനെ ഈ കിണറ്റിനുള്ളിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴേക്കും കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. വളരെ ദുഃഖത്തോടുകൂടിയാണ് നമ്മളെല്ലാവരും ഈ വാർത്ത കേട്ടത്. അപ്പോൾ തന്നെ ഈ സംഭവത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് മനസ്സിലാക്കി കുഞ്ഞിന്റെ അമ്മയെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം 36 ദിവസം പ്രായമായ ഒരു കുഞ്ഞിനെ കാണാതെ പോകുമ്പോൾ എങ്ങനെയാണ് അമ്മ അറിയാതെ പോകുന്നതെന്നുള്ള ചോദ്യമുണ്ട്. മാത്രമല്ല, സുരിത ആദ്യം നൽകിയ മൊഴിയിൽ ഈ കുഞ്ഞിന് പാല് കൊടുത്ത് ഉറക്കുകയായിരുന്നു. അതിനുശേഷം, അതായത് ഇരുവശങ്ങളിലായി 2 കുഞ്ഞുങ്ങൾ, മൂത്ത ഒരു കുഞ്ഞുകൂടിയുണ്ട്, 2 കുഞ്ഞുങ്ങളെ ഇരുവശത്തായി കിടത്തി താൻ ഉറങ്ങിപ്പോയി. പിന്നീട് കുഞ്ഞിനെ കാണാതായ ശേഷം ഈ രീതിയിൽ, അതായത് പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ കുഞ്ഞിനെ കാണാനില്ല, ആ രീതിയിലുള്ള പരാതിയാണ് സുരിത മുന്നോട്ട് വെച്ചത്. സുരിതയുടെ അമ്മയും ഒപ്പം തൊട്ടപ്പുറത്ത് സുരിതയുടെ അച്ഛനും താമസമുണ്ട്. ഇവർ തുടർന്ന് ഈ സുരിതയുടെ ഭർത്താവിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. അങ്ങനെയാണ് സജി പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും പോലീസ് എത്തി പരിശോധന നടത്തുകയും ചെയ്തത്. രാവിലെ മുതൽ നടത്തിയ ഒരു പോലീസിന്റെ ചോദ്യം ആദ്യഘട്ടത്തിൽ പോലീസിനോട് സുരിത വ്യക്തമാക്കിയത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പാല് കൊടുത്ത് ഉറക്കി, പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നുള്ളതായിരുന്നു. മാത്രമല്ല, കുഞ്ഞ് മരിച്ചതിന്റെ ഒരു മെന്റൽ ട്രോമയിലായിരുന്നു സുരിത എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസും നമ്മളോട് വ്യക്തമാക്കിയത്. കൃത്യമായി ഫോറൻസിക് സംഘമൊക്കെ രാവിലെ എത്തി പരിശോധന നടത്തിയതാണ്, നമ്മളത് കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സുരിത കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. മാനസിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും ഒപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടുമാണ് തന്റെ കുഞ്ഞിനെ ഈ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു ക്രൂരമായ കൊലപാതകം നടത്തിയെന്നുള്ള കുറ്റസമ്മതമാണ് സുരിതയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും പോലീസ് അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും, സുരിതയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഈ സുരിത, ഈ അമ്മ തന്നെ പോലീസിനോട് പറഞ്ഞ കാര്യമാണോ? കാരണം സാധാരണ ചില സ്ത്രീകളെ സംബന്ധിച്ച് പ്രസവാനന്തരം ചില മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു, അതോ ഇതിനു മുൻപും ഇതേ രീതിയിലുള്ള മാനസിക വിഭ്രാന്തി, ഈ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുക, അതല്ലെങ്കിൽ കൊലപ്പെടുത്താനുള്ള ശ്രമം, അതല്ലെങ്കിൽ മറ്റുള്ളവർ ഉപദ്രവിക്കാവുന്ന ഒരു പ്രവണതയൊക്കെ ഈ യുവതിയുടെ ഭാഗത്ത് ഇതിനു മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളും നാട്ടുകാരും നൽകുന്ന വിവരം? അത്തരത്തിലൊരു കുഞ്ഞിനോട് ക്രൂരത കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രവണത ഉണ്ടായിരുന്ന റിപ്പോർട്ടുകളൊന്നുമില്ല. പക്ഷെ രാവിലെ നമ്മളിവിടെ വന്ന് പല നാട്ടുകാരോടും സംസാരിച്ചപ്പോൾ ചെറിയ തോതിലെങ്കിലും മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരാളാണോ സുരിത എന്ന സംശയം നാട്ടുകാർ പ്രകടിപ്പിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ പോലീസിനോട് സംസാരിച്ചപ്പോഴാണ് ഈ രീതിയിൽ മാനസിക ബുദ്ധിമുട്ടുള്ള ഒരാളാണ് സുരിത എന്ന് നമുക്ക് മനസ്സിലാക്കാനായതും. ഏറ്റവും ഒടുവിൽ കുറ്റസമ്മതത്തിലും അക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും അത് മാത്രമല്ല, ഈ സാമ്പത്തിക പ്രതിസന്ധി കൂടിയാണ്. അത് സജി കൂലിപ്പണി ചെയ്ത്
ജീവിക്കുന്ന ഒരാളാണ്. സജി ഇവിടെയല്ല താമസം, സജിയുടെ അമ്മയോടൊപ്പമാണെന്നാണ് മനസ്സിലാക്കുന്നത്. സജി കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്. 2 കുട്ടികളെ വളർത്തേണ്ട സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിലുള്ള ക്രൂര കൃത്യത്തിലേക്ക് സുരിത പോയത് എന്നുള്ള കുറ്റസമ്മതമാണ് സുരിത നടത്തിയിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടിയിലേക്ക് ഉടൻ കടക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ സുരിതയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും തുടക്കത്തിൽ അത് മെന്റൽ ട്രോമയിൽ സുരിത പ്രതികരിക്കാതിരിക്കുകയും പിന്നീട് തുടർച്ചയായുള്ള പോലീസ് ഈ രീതിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ച് അറിയാൻ ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കുറ്റസമ്മതം സുരിത നടത്തിയത്. അങ്ങനെ വീട്ടുകാർക്കാണോ ഈ ഒരു സംശയം തോന്നിയത് ആദ്യഘട്ടത്തിൽ ഈ സുരിതയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്, അതോ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പോലീസിന് തോന്നിയൊരു സംശയമാണോ ഈ കൊലയാളിയിലേക്ക് അതിവേഗത്തിൽ തന്നെ എത്താൻ കാരണമായത് ഐശ്വര്യ? കാരണം സാധാരണ ഇത്തരം കേസുകളിൽ ഒരു കുഞ്ഞിൻ്റെ മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്നതിലൊക്കെ ചില ബുദ്ധിമുട്ടുകൾ പോലീസിനെ സംബന്ധിച്ചും ഉണ്ടാകും. കാരണം ഉറ്റ ബന്ധുക്കളെ ചോദ്യം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നിൽ ചില വൈകാരികമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്യൽ മാറ്റിവെക്കുക. പക്ഷേ എന്തുകൊണ്ടാണ് പോലീസ് അതിവേഗത്തിൽ തന്നെ ഈ അമ്മയിലേക്ക് പോലീസിൻ്റെ നീക്കമുണ്ടായത്? ടോം, നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. അതായത് ഒരു ചെറിയ വീടാണ് ഇത്. സുരിതയും സുരിതയുടെ മൂത്ത സഹോദരിയും ഒപ്പം അമ്മയും താമസിച്ചിരുന്ന വീടാണ്. സുരിതയ്ക്കൊപ്പം സുരിതയുടെ 2 മക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റാരും ഇവിടേക്ക് വരേണ്ട ഒരു സാഹചര്യമില്ല. തൊട്ടപ്പുറത്തായി സുരിതയുടെ അച്ഛൻ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കാർക്കും അങ്ങനെ ഒരു പരാതിയോ ആർക്കെങ്കിലും ശത്രുതയുണ്ടെന്നോ അങ്ങനെ ഒരു തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല. രാവിലെ നമ്മളും ചോദിച്ചാണ് ആരെങ്കിലും നിങ്ങൾ സംശയിക്കുന്നുണ്ടോ, ആ രീതിയിലുള്ള ഒരു സംശയവും അവർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീട് പലതരത്തിലുള്ള കൃത്യമായി വീട് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ വീട്ടിനകത്ത് കയറി ഈ കുഞ്ഞിനെ എടുത്ത് പുറകുവശത്തെ വാതിൽ വഴി പുറത്തേക്ക് വന്ന് ഈ കിണറ്റിനുള്ളിലേക്ക് ഈ കുഞ്ഞിനെ എറിയാനൊക്കെ സാധിക്കുകയുള്ളൂ. അതായത് കൃത്യമായി ഈ വീടിനെ അറിയണം എന്നുള്ളതാണ്. മാത്രമല്ല ഒരു ചെറിയ വീടാണ്, അതുകൊണ്ട് തന്നെ അതിന്റേതായ ഒരു കുറവുകളൊക്കെ ഉണ്ട്. അപ്പം ഒരാൾ അകത്ത് കയറിയാലോ ഒരാൾ നടന്നു പോയാലോ ഒക്കെ അറിയാൻ പറ്റുന്നൊരു സാഹചര്യം. അത് തന്നെയാണ് പോലീസിനും സംശയത്തിനിടയാക്കിയത്. പിന്നീട് പോലീസ് തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിലും ഒപ്പം ഫോറൻസിക് പരിശോധന രാവിലെ മുതൽ നടക്കുന്നുണ്ടായിരുന്നു, മറ്റ് പരിശോധനകൾ നടക്കുന്നുണ്ടെന്ന്. ആ പരിശോധനകളുടെ ഒക്കെ ഒടുവിലാണ് സുരിതയെ കസ്റ്റഡിയിലെടുക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നത്. കസ്റ്റഡിയിലെടുത്ത ആദ്യഘട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചറിയാൻ ശ്രമിച്ചപ്പോൾ സുരിത പറഞ്ഞത് തനിക്കറിയില്ല, കുഞ്ഞിനെ കാണാനില്ല. രാത്രി 2:30-ക്ക് എഴുന്നേറ്റപ്പോൾ കുഞ്ഞിനെ കാണാനില്ല, താൻ പാല് കൊടുത്ത് ഉറക്കിയതാണ് കുഞ്ഞിനെ എന്ന് പറയുകയാണ് ഉണ്ടായത്. പക്ഷെ പിന്നീട് പോലീസിന് ഇതിൽ അസ്വാഭാവികത തോന്നി. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് വലിച്ചെറിഞ്ഞതാണ്. നമ്മൾ രാവിലെ വന്നപ്പോൾ കണ്ടതാണ്. ഏതാണ്ട് ആ ഭാഗത്തായി ഒരു ടവൽ, ഒരു പിങ്ക് കളർ ടവൽ ഉണ്ടായിരുന്നു, കുഞ്ഞിന്റേതെന്ന് ഇവർ പറയുന്ന ടവൽ. ആ ടവലാണ് ഒരുപക്ഷെ പിന്നീട് കുഞ്ഞ് ഇതിലേക്ക് വീണിട്ടുണ്ടോ, കിണറ്റിലേക്ക് വീണിട്ടുണ്ടോ എന്ന സംശയത്തിനിടയാക്കിയത്. പിന്നീട് ഫയർഫോഴ്സ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഈ കിണറ്റിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹവും കണ്ടെത്തിയത്. എന്തായാലും വീട്ടുകാർക്കൊന്നും ആദ്യഘട്ടത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ഈ രീതിയിലുള്ള ഒരു ക്രൂരകൃത്യം അത് സുരിത ചെയ്യുമോ എന്നുള്ള സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പോലീസ് ഇത് കൃത്യമായി മനസ്സിലാക്കുകയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഈ കുറ്റകൃത്യം തെളിഞ്ഞത്. ടോം, ഐശ്വര്യ, അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം ഈ കുഞ്ഞിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വൃക്ക സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ, രോഗം അലട്ടിയിരുന്നു എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ ഈ ജന്മന ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിനെ ഒഴിവാക്കുക കൂടി ഈ അമ്മയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നോ? അങ്ങനെയെങ്കിൽ ഈ അച്ഛന് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവുണ്ടോ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട്? അതോ ഈ അമ്മ തനിച്ച് ചെയ്ത ഒരു ക്രൂരകൃത്യമായി മാത്രമാണ് പോലീസ് നിലവിൽ ഇതിനെ വിലയിരുത്തുന്നത്? ടോം, ഈ കുഞ്ഞിന്റെ ഈ രീതിയിൽ അസുഖങ്ങൾ ഉണ്ടായിരുന്നതായോ മറ്റോ ഒന്നും പോലീസിൽ നിന്ന് നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. പക്ഷെ സുരിതയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും ഒപ്പം ഈ കുഞ്ഞിനെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങളുമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നുള്ള കുറ്റസമ്മതമാണ് സുരിത നടത്തിയെന്നുള്ള കാര്യമാണ് പോലീസ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല സജി ഈ വീട്ടിലല്ല താമസം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ വീട്ടിൽ സുരിതയുടെ കുടുംബം മാത്രമാണുള്ളത്. സജി മറ്റൊരു വീട്ടിലാണ്, ഇടയ്ക്ക് വന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇന്നലെയും സജി ഈ വീട്ടിലില്ലായിരുന്നു.
രാത്രി 2:30 കുഞ്ഞിനെ കാണാനില്ല എന്ന് സുരിതയുടെ അമ്മയെ അറിയിച്ചതിനെ തുടർന്ന് തൊട്ടപ്പുറത്ത് താമസമുള്ള സുരിതയുടെ അച്ഛനെ വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്നാണ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം, ഒപ്പം സജിയെ അറിയിക്കണം എന്നുള്ള ആവശ്യം സുരിതയുടെ അച്ഛൻ സുധാകരൻ ഉന്നയിച്ചത്. തുടർന്ന് ഈ പോലീസിനെ സജി തന്നെ നേരിട്ട് അറിയിക്കുകയും പോലീസിൽ പരാതിപ്പെടുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഇവർക്കൊരു സംശയം തോന്നി ആരെങ്കിലും കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതായത് തൊട്ടപ്പുറത്തെ പരിസരങ്ങളിലെല്ലാം ഇവർ പോയി കുടുംബത്തോട് പോയി പരിശോധനയൊക്കെ നടത്തുകയുണ്ടായി. പക്ഷേ പിന്നീട് വീടിന്റെ പുറകുവശത്ത് നടത്തിയ പരിശോധനയിലാണ് ഈ കിണറിന്റെ ഒരു വശത്തായി ഒരു ടവൽ കണ്ടെത്തിയത്. കുഞ്ഞിനെ എടുക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന ടവലാണ് എന്നവർ തിരിച്ചറിയുകയുണ്ടായി. തുടർന്നാണ് ഈ രീതിയിൽ കിണറ്റിൽ വീണോ എന്നുള്ള സംശയമുണ്ടായി. പക്ഷേ കിണറ്റിൽ നിന്ന് സ്വാഭാവികമായ ഒരു സാധനം അപ്പോൾ വീണാൽ അവിടെ കുമിളകൾ ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവാത്തതുകൊണ്ട് ഇവർക്കൊരു സംശയം തോന്നി, കുഞ്ഞിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് ടവൽ ഇവിടെ ഇട്ടതാണോ എന്നതടക്കമുള്ള സംശയം തോന്നി. അങ്ങനെയാണ് പോലീസിനെ വിളിച്ചു വരുത്തുമ്പോൾ പോലീസാണ് പറയുന്നത് നമുക്ക് കിണർ പരിശോധിക്കണം, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താമെന്ന് പറയുന്നതും തുടർന്ന് കഴക്കൂട്ട് നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തുന്നതും അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന്റെ മൃതദേഹം ഈ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ജീവനുണ്ടാകും അല്ലെങ്കിൽ ആ പ്രതീക്ഷയോടുകൂടിയാണ് സുരിതയുടെ അച്ഛനും അമ്മയും ഒക്കെ കാത്തിരുന്നതെങ്കിലും ആ കുഞ്ഞ് മരണപ്പെടുകയായിരുന്നു. എന്തായാലും അതീവം ദുഃഖത്തോടുകൂടി തന്നെ രാവിലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. ഒരു അമ്മയുടെ ക്രൂരതയാണ് 36 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള ഉണ്ടായ ഒരു സാഹചര്യം. ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ ഏറെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. ഒരു കുഞ്ഞിനെ, 1 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് സ്വന്തം അമ്മ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ സുരിത എന്ന യുവതിയുടെ അറസ്റ്റ് ഉടൻ പോലീസ് രേഖപ്പെടുത്തും. സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റ് മാനസിക പ്രയാസങ്ങളുമാണ് ഇതേ രീതിയിൽ ക്രൂരകൃത്യത്തിന് അമ്മയെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം.